മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മനുഷ്യൻ എന്ന് പറഞ്ഞാല് മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. നമുക്ക് മാത്സിനോട് എന്താ പേടിയെന്നറിയോ? നമ്മുടെ ശത്രുവായിട്ട് മാത്സ് നിൽക്കുന്നത് നമുക്ക് അതിനെ അറിയാത്തതുകൊണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് അറിയില്ല. നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ മാത്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യും. സത്യത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്താ അറിയോ? ചെറുപ്പത്തിൽ മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ ടഫായിരുന്നു. കാരണം നമുക്ക് ഒരു സംശയവും ചോദിക്കാൻ പറ്റൂല. അന്നത്തെ സാറന്മാരാണ് വലിയ ചൂരലുണ്ടാവും, എന്തെങ്കിലും ചോദിച്ചാൽ അടിയിട്ടു ചിലപ്പോൾ. അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കില്ല. പക്ഷെ ഇന്ന് സംഗതി വളരെ വളരെ എളുപ്പമായിട്ടുണ്ട് അല്ലേ? ഇന്ന് ഒരു സാർ പഠിപ്പിക്കണം മനസ്സിലായിട്ടില്ലെങ്കിൽ നേരെ മറ്റൊരു സാറിനടുത്ത് പോയാൽ കാര്യം പിടികിട്ടും. അപ്പൊ നമുക്ക് മാത്സ് ടഫാണെങ്കിൽ, അല്ല മാത്സ് നിങ്ങൾ ആവറേജ് ആണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഈ മാത്സ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് എക്സസൈസ് 2.2 രണ്ടാമത്തെ ചാപ്റ്ററിലെ എക്സസൈസ് 2.2ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാണുമ്പോൾ ടഫാന്നൊക്കെ തോന്നും, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യനെ എങ്ങനെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഫൈൻഡ് ദ സീറോസ് ഓഫ് ദി ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. ആക്ച്വലി ഇവിടെ കീവേഡ്സ് നമ്മൾ മാർക്ക് ചെയ്യാം. ക്വാഡ്രാറ്റിക് ആണ് അല്ലെ? എന്താണ് ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാല് ഇവിടെ എല്ലാം കണ്ടോ? ആരാ ഉള്ള ഇവിടെയൊക്കെ? ഇവിടെയൊക്കെ ആരുണ്ട്? വേരിയബിളിന് സ്ക്വയർ ഉണ്ട് അല്ലെ? അപ്പോ എക്സ്പോണന്റ് 2 ആയി വരുന്ന അല്ലെങ്കിൽ സ്ക്വയർ ഫോമിലുള്ള പോളിനോമിയൽസിനാണ് എന്ത് പറയാ? ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. അപ്പൊ ഞാനിത് മായ്ക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളത് പിന്നീട് എന്തിനാണാവോ ഇതിങ്ങനെ ചെയ്തതെന്ന് ചിന്തിക്കും അല്ലെ? അപ്പോൾ എക്സ്പോണന്റ് 2 ആയിട്ട് വരുന്നതാണ് ക്വാഡ്രാറ്റിക്. ലീനിയർ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്തിട്ടി? അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്താന്ന് മനസ്സിലായി. അതിന്റെ സീറോ കണ്ടുപിടിക്കണം. ഓക്കെ, സീറോ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ എന്താ അറിയോ? നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ഈ ഫസ്റ്റ് പോളിനോമിയൽ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഈ പോളിനോമിയൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ എക്സിന് ഏതോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോളിനോമിയൽ സീറോ ആയിട്ട് മാറും. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, അപ്പൊ ഈ എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ സീറോ ആവും. അതാണ് ഫൈൻഡ് ദ സീറോ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എന്താവും? സംഗതി സീറോ ആയി പോകും. ഏതോ നമ്പർ അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വെരിഫൈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോ ആൻഡ് കോഎഫിഷ്യന്റ്. അത് നമുക്ക് രണ്ടാമത്തെ പാർട്ടായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതാണ്. x² - 2x - 8. അപ്പൊ നമ്മളിത് ഏത് നമ്പർ കൊടുത്താൽ നമുക്ക് ഈ സാധനം സീറോ ആയി കിട്ടും എന്ന് നമുക്ക് ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെ? നമ്മളിങ്ങനെ കുറെ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കണം. സംഗതി ഒരു എളുപ്പ വഴിയുണ്ട്. എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേംസ്. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യൽ നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. അപ്പൊ ഈ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേംസ് എന്ന് പറയുമ്പോൾ ഈ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ ഇൻറ്റു വേറൊരു നമ്പർ എന്നുള്ള ഫോമിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നിക്കൽ ഇത് ഈ ഒരു സംഗതി സീറോ ആയാൽ മതി, അല്ലെങ്കിൽ ഇത് സീറോ ആയാൽ ഈ പോളിനോമിയൽ എന്തായി? സീറോ ആയി. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് എന്ത്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. അപ്പൊ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് നമ്പറിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? ഒന്നുമില്ലെങ്കിൽ അത് സീറോ ആണോ? അല്ല, 1 ആണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ആരാണ്? 1 ആണ്. 1 × 8. 1 × 8. ഓക്കെ, റെഡ് തന്നെ ഉപയോഗിക്കാം. 1 × 8 ഈസ് ഈക്വൽ ടു -8 ആണ്. -8 ഈക്വൽ ടു -8. അപ്പോ നമുക്ക് ഈ രണ്ട് ഈ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്പ്ലിറ്റ് ചെയ്യുന്ന രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആര് കിട്ടണം? -8 കിട്ടണം. ഓക്കെ, അതേപോലെ തന്നെ ഈ 8 എങ്ങനെ കിട്ടിയെന്ന് അറിയില്ലേ? ഈ 8 ഫസ്റ്റ് നമ്പറിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു ലാസ്റ്റ് നമ്പറിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇനി ആ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? -2 കിട്ടണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -8 കിട്ടണം. ഏതാ ഈ -2? മിഡിൽ ടേം. അപ്പോൾ അങ്ങനത്തെ നമ്പർ ഏതാ ഉള്ളത്? രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ -8, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2. നമുക്ക് -8 എങ്ങനെയൊക്കെയാ കിട്ടും നോക്കാലോ. -1 × 8 -8, -2 × 4 -8, പിന്നെ ഏതാണ് ഉള്ളത്? 2 × -4 = -8, 8 × -1 = -8 അല്ലേ? കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്കിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടുന്ന ഏതാ ഇതില്?
-2ഉം 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +2 ആയി പോകും അല്ലേ? അത് പറ്റില്ല. -4ഉം 2 ആകുമ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? -2 കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 2 - 4. 2 - 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? -2 കിട്ടി അല്ലേ? അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി സിമ്പിൾ ആണ് കാര്യം. ആ സ്പ്ലിറ്റിങ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കൊടുക്കാം = x² -2x നമുക്ക് എന്ത് എഴുതാം? +2x - 4x -8 +2x - 4x. ഓക്കെ, ഈ -2 നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. +2x - 4x എന്ന് പറഞ്ഞാൽ ആരാണ്? -2x തന്നെയാണ്. ഓക്കെ, നിങ്ങൾ നേരെ തിരിച്ചെഴുതി വിചാരിച്ചോ. -4x + 2x, നോ ഇഷ്യൂ അറ്റ് ഓൾ, യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പ് ഇത് രണ്ടും ഒരുമിച്ച് എഴുതാം. അത് രണ്ട് കോമൺ ആയിട്ടുള്ള ആരാണ്? x × x ആണ് x². ഇവിടെ കോമൺ ആയിട്ടുള്ള x ആണ് അല്ലേ? എക്സിനെ നമുക്ക് പുറത്തെടുക്കാം. എക്സിനെ പുറത്തെടുത്ത ഇവിടെ എത്ര x ഉണ്ട്? ഒരു x ഉണ്ട് അല്ലേ? x × x ആണ് x². x × എത്രയാണ്? 2x + 2 അല്ലേ? x × x x², x × 2 2x. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് അടുത്ത എന്താണ്? -4x-ലും -8-ലും ആരാ കോമൺ ആയിട്ടുള്ളത്? -4x-ലും -8-ലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? 4 ഉണ്ട് അല്ലേ? കാരണം 8 × ഫാക്ടേഴ്സിൽ 4 ഉണ്ടല്ലോ. 4 × 2 അല്ലേ 8. അപ്പൊ -4 നമുക്ക് പുറത്തെടുക്കാം. ഇൻറ്റു ഇവിടെ ആരാ ബാക്കിയുള്ള? -4 × എത്ര? -x, x ബാക്കിയുണ്ട് അല്ലേ? -8 -4 × എത്ര? -8 -4 + 2 ആണ് അല്ലേ? മനസ്സിലായിനാ? -4 × x -4x -4 × 2 -8. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുക, ആദ്യത്തെ ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എടുത്ത് ഇവിടെയും കൂടി എഴുതാം. എപ്പോഴും അങ്ങനെ വരുള്ളൂ. ഈ x + 2 ഇവിടെ എഴുതാം. എന്നിട്ട് ഏത് നമ്പർ ഇവിടെ കൊടുക്കണമെന്ന് ചിന്തിച്ചാൽ മതി. ആദ്യത്തെ എക്സിന്റെ കൂടെ ഏത് ചേർന്നാലാണ് -4x കിട്ടുക? -4 ചേർന്നാൽ അല്ലേ? ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. അത് വേറെ വഴി, അത് പിന്നെ പഠിക്കാം, അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യാം? രണ്ട് സ്ഥലത്ത് x + 2 ഉണ്ട്. അപ്പൊ നമുക്ക് x + 2 ഇങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി ആരുള്ള? ഇവിടെ x ഉണ്ട്, ഇവിടെ ആരുണ്ട്? -4 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ ഈ ഒന്നുകിൽ ഈ സംഗതി 0 ആവണം, അല്ലെങ്കിൽ ഈ സംഗതി 0 ആവും. രണ്ടിലൊന്ന് 0 ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് 0 ആയി. കാരണം 0 × ഏത് നമ്പർ ആയാലും ആൻസർ എത്രയാ? 0 ആണ് അല്ലേ? ഇനി ഇവിടെ 0 എടുക്കാൻ, 0 × ഏത് നമ്പർ ആയാലും 0 ആണ്. അപ്പൊ രണ്ടിലൊന്ന്, അതായത് ഈ രണ്ടിൽ ഏത് 0 ആയി കഴിഞ്ഞാലും നമ്മുടെ ഇക്വേഷൻ 0 ആയി. അപ്പൊ നമുക്ക് 0 ആക്കാൻ എന്ത് ചെയ്യാം? that implies x = -2 അല്ലേ? -2 + 2 അല്ലേ 0 ആകാം. അതുപോലെ തന്നെ ഇവിടെ x = എത്രയാണ്? 4. കാരണം 4 - 4 ആണ് 0 ആകാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷന്റെ 0 കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ എക്സിന് പകരം -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 0 കിട്ടും. ഈ ഇക്വേഷനിൽ എക്സിന് പകരം 4 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 0 കിട്ടും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ 4 കൊടുക്കുന്നു വിചാരിച്ചു. 4² 16 അല്ലേ? 16 -2 × എക്സിന് പകരം 4 -8 16 - 2 4 8 -8 16 -8 -8 എന്ന് പറയുമ്പോൾ 8 8 16 -16 16 - 16 0 കിട്ടിയില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിനോമിയൽ ഏത് വാല്യൂ കൊടുത്താൽ 0 കിട്ടും? -2 കൊടുത്താലും കിട്ടും, 4 കൊടുത്താലും കിട്ടും. അതാണ് ഫൈൻഡ് ദ സീറോസ്. പിടിയിട്ടില്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ, രണ്ടാമത്തെ നമുക്ക് സ്പീഡിൽ പറയാം അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 0 ആൻഡ് കോഎഫിഷ്യന്റ്. ഇതിന്റെ സീറോസും ഇതിന്റെ കോഎഫിഷ്യന്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ കോഎഫിഷ്യന്റ്? ഇവിടെ ഇതിന് പറയുന്ന പേരാണ് എന്ത്? സി. ഇതിന് പറയുന്ന പേരാണ് ബി. ഇതിന് പറയുന്ന പേരാണ് 1. ഇതിന് കോഎഫിഷ്യന്റ് ആണ് കേട്ടോ 1. ഇവിടെ കോഎഫിഷ്യന്റ് കാണാനില്ലല്ലോ. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണോ? ഇല്ല, അങ്ങനെയൊന്നും കാണില്ല. പക്ഷെ അവിടെ എപ്പോഴും ഒരു ആരുണ്ടാവും, ഒരു 1 ഉണ്ടാവും കേട്ടോ. 0 അല്ല 1. 0 ആകുമ്പോൾ 0 × x² 0 ആയിപ്പോ. 1 ആട്ടോ. അപ്പോ എ ആണ് ഇവിടെ. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് കിട്ടും അല്ലേ? എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ -2 ആണ്, സി എന്ന് പറഞ്ഞാൽ -8 ആണ്.
മൈനസ് മറന്നു വരുതേ, തെറ്റിപ്പോരുത്. അപ്പൊ ഇവിടെ ഈ നമുക്ക് കിട്ടിയ സീറോസ് ഉണ്ടല്ലോ, -2 ഉം 4 ഉം, അതിന് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുത്തൂടെ? ആ പേരാണ് എന്ത്? ആൽഫ ബീറ്റ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ സീറോയും ഈ കോഎഫിഷ്യന്റും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. എന്താ ബന്ധം എന്ന് അറിയോ? എന്തൊരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സീറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഏതിന് തുല്യമായിരിക്കും എന്നറിയോ? -b/aക്ക് തുല്യമായിരിക്കും. ഓക്കെ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ c/aക്ക് തുല്യമായിരിക്കും. മനസ്സിലായോ? ഇതിനെ ആഡ് ആൽഫ പ്ലസ് ബീറ്റ ഈ സീറോസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് -b/aക്ക് തുല്യമായിരിക്കും. ആൽഫനും ബീറ്റനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ c/aക്ക് തുല്യമായിരിക്കും. മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ നിൽക്കുക, ഒരു ഒറ്റ മിനിറ്റ്. ഓക്കെ. നമുക്ക് എഴുതാം അടുത്തതായിട്ട്. സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ എന്ന് പറയുന്ന ആദ്യത്തെ സീറോന്റെ പേരിട്ടോ. നിങ്ങൾക്കൊരു പേരുണ്ടാവൂലേ? അതുപോലെ ഒരു പേരിട്ടു. മനുഷ്യക്കുഞ്ഞെന്ന് വിളിക്കാൻ പറ്റുമല്ലോ? ഇല്ലല്ലോ, ഓരോരുത്തർക്ക് ഓരോ പേരും ഉണ്ടേ. അതുപോലെ അപ്പൊ ആൽഫ എത്രയാണ്? -2 പ്ലസ് ബീറ്റ എത്രയാണ്? 4. -2 ഉം 4 ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. ഇതെങ്ങനെ കിട്ടുമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ വേഗം ട്യൂഷൻ കേട്ടോ. ഓക്കെ. അതും കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത പിന്നെ സമയത്തൂല. ഇനി രണ്ടാമത്തത് എന്താണ്? നമ്മൾ സം ഓഫ് സീറോസ് ഓൾസോ സം ഓഫ് സീറോസ് രണ്ടാമത്തെ വഴിയാണ് അല്ലേ? സം ഓഫ് സീറോസ് ഈക്വൽ ടു -b/a. രണ്ട് വഴിയുള്ള സം ഓഫ് സീറോ എന്ന് പറയുമ്പോൾ, ഒന്ന് ഈ നമുക്ക് കിട്ടിയ സീറോനെ സം ചെയ്തു, രണ്ടാമത് കിട്ടാനുള്ള ഷോർട്ട് കട്ടാണ് -b/a. അതായത് രണ്ടാമത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ബൈ x² കോഎഫിഷ്യന്റ്. ഓക്കെ. എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? ഈ മൈനസ് ഇവിടെ സ്റ്റേബിൾ ആട്ടോ. ആ മൈനസ് ഈ മൈനസ് അല്ല, ഇത് എക്സ്ട്രാ ഉള്ള മൈനസ് ആണേ. ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബി എന്ന് പറഞ്ഞാൽ -2 ആണേ. ബി എന്ന് പറഞ്ഞാൽ -2, എ എന്ന് പറഞ്ഞാൽ 1, സി എന്ന് പറഞ്ഞാൽ -8. ഓക്കെ. മാറിപ്പോരുത്, ഈ മൈനസ് ഒന്നും മിസ്സാവരുത്. അപ്പോ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ബൈ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. -2 പ്ലസ് 2, 2/1 ഈസ് ഈക്വൽ ടു 2. കിട്ടിയില്ലേ? നോക്കിയാട്ടെ. സം ഓഫ് സീറോ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². അതായത് -b/a എന്ന് വെച്ചാൽ -2/1 ഈക്വൽ ടു -2/1 ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഒന്നാമത്തെ സംഗതി വെരിഫൈ ചെയ്തു. എന്താണ്? സം ഓഫ് സീറോ എന്ന് പറയുന്ന ആർക്ക് തുല്യമാണ്? -b/aക്ക് തുല്യമാണ്. ഓക്കെ. രണ്ടാമത്തത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു എത്രയാണ്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -2 പ്രൊഡക്റ്റ് ഓഫ് സീറോ ഈസ് ഈക്വൽ ടു എന്തിന് തുല്യമായിരിക്കും? ആൽഫ ഇൻറ്റു ബീറ്റക്ക്. ഓക്കെ. അപ്പോൾ ആൽഫ എത്രയാണ്? -2 ഇൻറ്റു 4 ഈക്വൽ ടു -8. ഓൾസോ മറ്റൊരു വഴി എന്താണ്? പ്രൊഡക്റ്റ് ഓഫ്, എൻ്റെ ക്യാമറയിൽ കാണുന്നില്ല, ക്ഷമിക്കണം കേട്ടോ, താഴോട്ടായി പോയി. സീറോസ് ഈസ് ഈക്വൽ ടു c/a ആണ്. ഓക്കെ. c/a. പ്രൊഡക്റ്റ് ഓഫ് സീറോ എന്ന് പറയുന്നത് c/a ആണ്. അതുപോലെ സം ഓഫ് സീറോ എന്ന് പറയുന്നത് -b/a ആണ്. ഇവിടെ c/a എത്രയാ? -8 ഡിവൈഡ് ബൈ a എത്രയാണ്? 1 ഈസ് ഈക്വൽ ടു -8. നിങ്ങൾ നോക്കിയേ, പ്രൊഡക്റ്റ് ഓഫ് സീറോ എന്ന് പറയുന്നത് ഫസ്റ്റ് 0 ഇൻറ്റു സെക്കൻഡ് 0 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? -8 കിട്ടി. പ്രൊഡക്റ്റ് ഓഫ് സീറോ എന്ന് പറയുന്നത് അതിന്റെ ഷോർട്ട് കട്ട് എന്താണ്? c/a. പക്ഷെ -8/1 ഈക്വൽ ടു -8. വെരിഫൈഡ് ആയില്ലേ? അപ്പൊ ഇതിൽ വളരെ സിമ്പിൾ ആണ്. എന്താന്ന് വെച്ചാൽ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്ത് തരാം. സംഗതി ഫൈൻഡ് ദ സീറോ എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിന് എക്സിന് ഏത് വില കൊടുത്താൽ 0 എന്ന് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക. മിഡിൽ ടേം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ള ഇവിടെ നോക്കി മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എക്സിന് 2 വാല്യൂ കിട്ടും. അപ്പോൾ എക്സിന്റെ ഈ വാല്യൂ കൊടുത്താൽ ഈ പോളിനോമിയൽ 0 ആവും. അങ്ങനെ 2 വാല്യൂ നമുക്കുണ്ട്. അത് ഒന്നാമത്തെ സീറോനെ ആൽഫ എന്ന് വിളിക്കും, രണ്ടാമത്തെ സീറോനെ ബീറ്റ എന്ന് വിളിക്കും. അപ്പൊ ഇനി അവ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ്? ഇതിന്റെ കോഎഫിഷ്യന്റും ഇതിന്റെ സീറോയും തമ്മിൽ.
ഈ സീറോകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിന് തുല്യമായിരിക്കും? -b/aക്ക് തുല്യമായിരിക്കും. ഈ സീറോകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ c/aക്ക് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ വെരിഫൈ ചെയ്തു. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടഫ് ആയിരിക്കും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടഫ് കുറയും, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ചുകൂടി കുറയും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈസി ആയിട്ട് മാറും. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണ്. എന്താണ് ക്വസ്റ്റ്യൻ? 4s² - 4s + 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് എടുത്തു തരുന്നുണ്ട് ഇങ്ങോട്ട്. 4s² - 4s + 1. ആരെങ്കിലും കിടന്നിട്ടെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഇരുന്നിട്ട് കാണണം കേട്ടോ, ഒരു ടേബിൾ മേൽ, എന്നാലേ മനസ്സിലാവും. കാരണം നമ്മളൊരു സിനിമ കാണുന്നതാണെങ്കിലും ഓക്കെ, നമ്മൾ ഉറങ്ങിപ്പോകില്ല. പക്ഷെ മാത്സ് പറയുന്നത് എന്താണ്? ബ്രെയിൻ ആക്ടിവിറ്റിയാണ്. ബ്രെയിൻ ആക്ടിവിറ്റി നടക്കുമ്പോൾ പെട്ടെന്ന് ബ്രെയിൻ എന്ത് ചെയ്യും? ഒന്ന് ഉറങ്ങിക്കളിയാന്ന് ചിന്തിക്കും. അപ്പോൾ ഉറങ്ങരുത്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പുറത്തിറങ്ങിയിട്ട് അപ്പോൾ ഉറക്കം പോകും. കുറച്ച് വെള്ളം കുടിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ഇതിന്റെ സീറോ കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിന് ഏത് വാല്യൂ എടുത്താൽ സീറോ ആവും. ആ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് എന്ത്? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ മിഡിൽ ടേം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഫസ്റ്റ് ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുക. അതായത് ആദ്യത്തെ എക്സ്പ്രഷന്റെ പ്രൊഡക്റ്റ് 4, അവസാനത്തെ 1. അതായത് സിയും എയും ആണത്. പ്രൊഡക്റ്റ് എത്ര കിട്ടുന്നത്? 1 × 4. 1 × 4 = 4 അല്ലേ? അപ്പൊ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടി. ഇനി ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഏതോ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടണം. ആഡ് ചെയ്താൽ എത്ര കിട്ടണം? ആഡ് ചെയ്ത റെഡ് ഇങ്ക് യൂസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അല്ല നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആയി പോകും അല്ലേ? 1 × 4 = 4. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എത്ര കിട്ടണം? 4 കിട്ടണം. അതുപോലെ തന്നെ എന്താണ്? ആഡ് ചെയ്താൽ -4 കിട്ടണം. ആഡ് ചെയ്താൽ -4 കിട്ടും. അങ്ങനെയുള്ള രണ്ട് നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഏത് നമ്പർ ആയിരിക്കും അല്ലേ? ഇപ്പൊ 4 കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം? 1 × 4 4, 2 × 2 4, മൈനസ് വെച്ച് അല്ലേ? -1 × 4 -1 × -4 = -4 മൈനസ് ഇതെന്താ കിട്ടുക? കഴിഞ്ഞില്ലേ? -2 × -1 × -4 = +4. പിന്നെ എന്താണ്? പിന്നെ നമുക്ക് കിട്ടുന്നത് -2 × -2 = -4. അപ്പൊ നമുക്കിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4 കിട്ടുന്നത് ഏതൊക്കെയാ? ഇതാണ് അല്ലേ? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4 കിട്ടുന്നത്. കാരണം -2 കൂട്ടിക്കഴിഞ്ഞാൽ -4 ആണ്. -2 + -2 = -4. -2 × -2 = 4. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ നമുക്ക് മൈൻഡിൽ വരും പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡായിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മിഡ് ടേം ഏതാ വേണ്ടതെന്നുള്ള മനസ്സിലായിട്ടുണ്ട്. 4s² - -2s + 1. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ -4s നമ്മൾ -2s എഴുതി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇനി നമ്മൾ സിമ്പിൾ ആണ്. ഈ 4s² -2s കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 2 ഉണ്ട് അല്ലേ? 4 2 ഉണ്ട്, 2 2 ഉണ്ട്. s2 കോമൺ ആയിട്ട് 2s ഉണ്ട്. ഇൻറ്റു ഇവിടെ ആരാ ബാക്കിയുള്ള 4s² 2s നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2s. കാരണം 2 × 2 4 s × s s² മൈനസ് 2s 2s നിങ്ങൾ എടുത്തു കഴിഞ്ഞു. ബാക്കി ആരുള്ള 1 ഉണ്ട് അല്ലേ? അതായത് 2s × 2s 4s², 2s × -1 -2s മൈനസ്. ഇത് നമ്മളില്ലേ ഈ സംഗതി ആക്ച്വലി ഏത് പ്രോബ്ലത്തിലും ആദ്യം നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടത് രണ്ടാമത്തതിൽ അതേ ബ്രാക്കറ്റ് തന്നെ വരുള്ളൂ. അപ്പൊ നമുക്ക് അതങ്ങോട്ട് ഇട്ട് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. 2s -1. ഇനി അപ്പൊ ഈ ടേംസ് അല്ലേ, ഇതിന്റെ കഥ നമ്മൾ കഴിച്ചു അല്ലെ? ഇതിന്റെ അല്ലേ കഥ കഴിക്കണ്ടേ? അപ്പോ 2s -1 നമ്മൾ പുറത്തെഴുതി കഴിഞ്ഞാൽ ഇവിടെ ഏത് നമ്പർ ഇൻറ്റു 2s ആണ്? 1 ആണല്ലേ? -1 × 2s -2s -1 × -1 +1. അത് എളുപ്പ വഴിയാണ്. അല്ലെ നിങ്ങൾ നോർമൽ ചെയ്യുന്ന പോലെ ചെയ്തോ, നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്ത പോലെ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനിയിപ്പോ 2s -1 കോമൺ ആണ് അല്ലേ? 2s -1. ബാക്കി ഇവിടെ എത്രയുള്ള 2s ഉണ്ട്, ഇവിടെ എത്രയുള്ള -1 ഉണ്ട്. 2s -1
2s മൈനസ് 1 കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ ബാക്കി 2s ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. അപ്പോൾ 2s മൈനസ് 1 ഇൻറ്റു 2s മൈനസ് 1 കിട്ടി. ഇതിൽ നമുക്ക് s കണ്ടുപിടിക്കാം അല്ലേ. s ഈക്വൽ ടു, അതായത് ഏതെങ്കിലും ഒന്നിനെ പുറത്തെടുക്കുക. 2s ഈക്വൽ ടു 1 കിട്ടി അല്ലേ. 2s ഈക്വൽ ടു 1. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പും കൂടി എക്സ്ട്രാ എഴുതാം. അതായത് ഇവിടെ ഒന്നിക്കൽ ഈ ഫസ്റ്റ് ടേം 0 ആവും, അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം 0 ആവും. ഇതിൽ ഏത് 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ 0 ആണ്. കാരണം 0 ഇൻറ്റു എനി നമ്പർ ഈസ് 0. അപ്പൊ ഇക്വേഷൻ 0 ആയി. ഇവിടെ 0 ആവുമ്പോൾ 0 ഇൻറ്റു എനി നമ്പർ ഈസ് 0. ഇവിടെയും 0 ആയി. അപ്പൊ നമുക്ക് ഇത് ഈ ഏതെങ്കിലും ഒന്നിനെ 0 ആക്കണം. ഓക്കെ, 2s രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് 2s മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ആദ്യത്തെ ടേം 0 ആണ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം, 2s ഈക്വൽ ടു 0 മൈനസ് 1 എന്താവും, +1 എന്ന് വെച്ചാൽ 2s ഈക്വൽ ടു 1. അപ്പൊ s ഈക്വൽ ടു 1/2. അപ്പൊ നമ്മുടെ വാല്യൂസ് എന്താണ്, 1/2 ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് രണ്ട് വാല്യൂസ് ഉണ്ടാവും. ഇവിടെയും 1/2 കിട്ടി, ഇവിടെയും 1/2 കിട്ടി. ഓക്കെ, അപ്പൊ s ഈക്വൽ ടു 1/2. Zeros of the polynomials are 1/2. അതായത് നമ്മുടെ ഈ ഇക്വേഷനിൽ 1/2 എസിന് വരെ 1/2 ഇട്ടാൽ നമ്മുടെ പോളിനോമിയൽ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഇത് നമുക്ക് വെരിഫിക്കേഷൻ പാർട്ട് ആണ് അല്ലേ. വെരിഫിക്കേഷൻ പാർട്ട് ചെയ്യാം. സം ഓഫ് സീറോസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു, എന്താണ് ആൽഫ, മറന്നു വരുത്. ഒന്നാമത്തെ 0 ആണ് ആൽഫ, രണ്ടാമത്തെ 0 ആണ് ബീറ്റ. ഈക്വൽ ടു 1/2 പ്ലസ് 1/2. അയ്യോ, എന്താണ് 1/2 പ്ലസ് 1/2? 2 ഇൻറ്റു LCM എടുത്ത് അങ്ങനെ ചെയ്യണം, വേണ്ട. ആരെയും കൂട്ടി എത്രയാടാ, ആരെയും കൂട്ടിയാൽ 1 ആണ് അല്ലേ, 1. ഇത് നമ്മള് ഓൾസോ സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു, വേറൊരു വഴിയുണ്ട്. എന്താണ്, നമ്മുടെ കോഎഫിഷ്യന്റ് വഴിയും നമുക്ക് എന്ത് ചെയ്യാം, സം ഓഫ് 0 കിട്ടും അല്ലേ. ഇവിടെ ഏതൊക്കെയാണ് കോഎഫിഷ്യന്റ്? എ എന്ന് പറഞ്ഞാൽ 4 ആണ്, ബി എന്ന് പറഞ്ഞാൽ -4 ആണ്, സി എന്ന് പറഞ്ഞാൽ 1 ആണ്. ബി എന്ന് പറഞ്ഞാൽ 4 അല്ലേ, -4 ആണ്. റിമെമ്പർ ദാറ്റ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, അപ്പോ സം ഓഫ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -b/a. ഓക്കെ, -b/a ആണ്. b/a എന്ന് എഴുതരുത്, -b/a. അപ്പൊ -b/a എത്രയാണ്, മൈനസ് ഓഫ്, ഈ മൈനസ് ഇവിടെ തന്നെ ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ -4, -4/a എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4/4 ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സം ഓഫ് 0 എന്ന് പറയുന്ന ഈ രണ്ട് സീറോസിനെ ആഡ് ചെയ്തപ്പോഴും 1 കിട്ടി. അതിന്റെ ഷോർട്ട് കട്ടായ -b/a ചെയ്തപ്പോഴും 1 കിട്ടി. അപ്പോൾ അത് വെരിഫൈഡ് ആയി അല്ലേ. ഇനി രണ്ടാമത്തെ വെരിഫിക്കേഷൻ എന്താ, പ്രൊഡക്റ്റ് ആണ് അല്ലേ, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ എത്രയായിരുന്നു, 1/2. ബീറ്റ എത്രയായിരുന്നു, 1/2. 1/2 ഇൻറ്റു 1/2 എത്രയാടാ, 1/4 അല്ലേ, 1/4. ആരെയും മൾട്ടിപ്ലൈ ചെയ്ത കാല കിട്ടുന്നു അല്ലേ, അടിപൊളി. കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും. അരയുടെ അര എത്രയാണെന്ന്, ഓക്കെ, പകുതിയുടെ പകുതി എത്രയാണെന്നാണ് മൾട്ടിപ്ലിക്കേഷൻ അർത്ഥം. പകുതിയുടെ പകുതി എത്രയാണ്, 4. ഓക്കെ, ഇത് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് 0 കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്താണ്, ഓൾസോ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു c/a അല്ലേ. c/a. c എത്രയായിരുന്നു, 1, a എത്രയായിരുന്നു, 4. രണ്ടും സെയിം കിട്ടിയില്ലേ, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ ഇത്രയും ഡീപ്പായിട്ട് ഞാൻ പോകില്ല, കുറച്ചും കൂടി, കാരണം 1-2 ക്വസ്റ്റ്യനിൽ നിങ്ങൾ കുറെ കാര്യം പഠിച്ചില്ലേ, അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ആ മൂന്നാമത്തെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഞാനിതാ നേരത്തെ പോലെ ഡീപ്പായിട്ട് പറയില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. 2 ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി അതൊന്ന് പ്ലേ ചെയ്തേ, 1-2 പ്രാവശ്യം എക്സ്ട്രാ പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് ക്വസ്റ്റ്യൻ, 6x² - 3 - 7x. ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എന്താണ് കാണുന്നത്, എന്തെങ്കിലും കാണുന്നുണ്ടോ, മായാവിനെ കാണുന്നുണ്ടോ, ഇല്ല. അപ്പൊ എന്താ കാണുന്നത്,
ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട് അല്ലേ, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് നോർമലി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാറിയോ, 6 7 42 ഗുണിച്ചാൽ 42 കിട്ടണം, ആഡ് ചെയ്താൽ 3 കിട്ടണം, -3 കിട്ടണം. അയ്യോ അതേത് നമ്പറാണ്, അങ്ങനെ ഒരു നമ്പർ ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ഫുള്ള് തെറ്റിച്ചാടിടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒന്ന് ചിന്തിക്കണം. ഓക്കെ, ബുദ്ധിമാന്മാരല്ലേ, ബുദ്ധിമാനാകുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കണം. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, എന്താ അറിയോ, ഈ ഇക്വേഷൻ ഒന്ന് വളച്ചിട്ട് തിരിച്ചിട്ട് എഴുതിയിട്ടില്ല. അതായത് 6x² -7x -3 ഇങ്ങനെയാക്കി മാറ്റണം. ഓക്കെ, ആദ്യം x² ടേം, രണ്ടാമത് x ടേം, മൂന്നാമത് കോൺസ്റ്റന്റ്. ഇതിനെ ഒന്ന് ഉൾട്ടയാക്കിയിട്ടുണ്ട്. ഓക്കെ, തെറ്റിപ്പോകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ ഇട്ടയാൾ എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും, കുട്ടിയൊക്കെ കുറച്ച് ബുദ്ധിപരട്ടും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, അവരെ പറഞ്ഞ കാര്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ്, 7x -3. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടണം, 3 × 6 18 കിട്ടണം അല്ലേ. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടണം. ഞാൻ എന്ത് ചെയ്യാം, റെഡ് തന്നെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് റെഡ് കളർ ഇഷ്ടമാണോ? റെഡ് എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന കളറാണ്, ആരോ പറയുന്നത് കേട്ടോ, ശരിയാണോ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടണം. ഓക്കെ, രണ്ടാമത് റെഡ് എന്താ പേടിപ്പെടുത്തുന്ന കളറെന്ന് പറയാൻ കാരണം, നമ്മളെ ബ്ലഡിന്റെ കളർ എന്താണ്, റെഡ് ആണ് അല്ലേ. അപ്പോൾ ബ്ലഡ് കാണുമ്പോൾ പേടിയാവില്ലേ, അങ്ങനെ ആയിരിക്കാം സൈക്കോളജി. ഇനി രണ്ടാമത് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -7 കിട്ടണം അല്ലേ, -7. അതേതാണാവോ നമ്പർ? മൾട്ടിപ്ലൈ ചെയ്താൽ 18 വരണം, ആഡ് ചെയ്താൽ -7 വരണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഏത് നമ്പർ ആയിരിക്കും? 18 എന്ന് പറയുമ്പോൾ 2 × 9 18 ആണ് അല്ലേ, 3 × 6 18 ആണ്, 2 × 9 2 9ന്റെ ഡിഫറൻസ് എത്രയാ, 7 ആണ് അല്ലേ. ഡിഫറൻസ് 7 കിട്ടുന്നുണ്ട്. 3 6 ഡിഫറൻസ് വെറും 3 ആണ്. അപ്പൊ അത് നമ്മുടെ ചിത്രത്തിലില്ല. അപ്പൊ ഇദ്ദേഹം തന്നെ ആയിരിക്കും, മുകളിലുള്ള ആൾ തന്നെയായിരിക്കും നമ്മുടെ താരം അല്ലെ. പക്ഷെ ഇവിടെ മൈനസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം, 18 തന്നെയല്ലേ, സോറി കേട്ടോ, -18 ആണേ. ഓക്കെ, 6 × -3 = -18 ആണ്. അപ്പം കറക്റ്റ് -18 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം, -18 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്താൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -7 കിട്ടണം. അപ്പോൾ നമുക്ക് സിമ്പിൾ അല്ലേ അല്ലേ. എന്താണ് സിമ്പിൾ, നമ്മൾ എവിടെ മൈനസ് കൊടുത്താൽ മതി, രണ്ട് പോസിബിലിറ്റി ഉള്ളത്. -2 × 9 = 18, അതുപോലെ 9 × -2 = 18, -18. ഓക്കെ, അപ്പോ ഇതിൽ ഏതാ നമുക്ക് യൂസ് ചെയ്യാം, -7 കിട്ടണ്ടേ. -2 ഉം 9 ഉം ആകുമ്പോൾ +7 ആയി പോകും, 9 ഉം -2 ആകുമ്പോൾ -9. അപ്പോൾ ഇത് തന്നെ 9 × -2, ഇവിടെ 9 × -2. ഓക്കെ, അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ടേംസ് കിട്ടി, 9 ഉം -2. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതുവാണ്, = 6x² -9x +9x. which one was our number? ഇവിടെ മാറിപ്പോയതാ, -9x +2x -3. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്തേ, ഈ -7x -9x + 2x മതി അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ -9x ഉം 2x ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -7x കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണ്, ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ടുള്ളതിനെ ഒന്നിങ്ങോട്ട് പുറത്തെടുക്കാം. ആരാ കോമൺ ആയിട്ടുള്ളത്? 6x² 9x കോമൺ, x എന്തായാലും കോമൺ ആണ് അല്ലേ. പിന്നെ ആരും കൂടി ഉണ്ട്, 3 കോമൺ ആണ്. യെസ്, അപ്പൊ 3x × ഇവിടെ ആരാ ബാക്കിയുള്ളത്, 6 ന്ന് 3 വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ഉണ്ട് അല്ലേ, 23 6 പ്ലസ് പിന്നെ മാത്രമല്ല എക്സും കൂടി ഉണ്ട് അല്ലേ. 3 × 2 6, x × x x², പ്ലസോ മൈനസോ നോക്കാം. ഇനി 3x × എത്ര x ആണ്, 9x, 3x × 3 ആണ് അല്ലേ 9x. ഓക്കെ, അപ്പോൾ അതങ്ങനെ കിട്ടി. പ്ലസ് ഇനി നമുക്ക് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുള്ള, 2x നും 3 കോമൺ ആയിട്ട് ആരുമില്ല. 0 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, 1 ആണ് അല്ലേ. 1 × 2x - 3.
ഞാൻ പറഞ്ഞു എപ്പോഴും ഇവിടെ വന്നത് തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, എങ്ങനെ ചെയ്താൽ ഈക്വൽ ടു, ഞാൻ വായിക്കുന്നുണ്ട്, ഇങ്ങോട്ട് ചിന്തിച്ചുകൊണ്ട, ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പുറത്തെടുക്കാം അല്ലേ. 2x - 3 ഇൻറ്റു ഇവിടെ ആരാ ബാക്കിയുള്ള 3x പ്ലസ് ഇവിടെ ബാക്കിയുള്ള 1. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ. അപ്പൊ ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, എക്സിനെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചെയ്യാം. 2x - 3 = 0. ഒന്നാമത്തെ 0 ആയിട്ട് എടുക്കുക. അതായത് ഒന്നിക്കൽ ഇത് 0 അല്ലെങ്കിൽ ഇത് 0. അതായത് ഇതും 0 ആവും, ഇതും 0 ആവും. ഓക്കെ, രണ്ട് 0 ആയാലും ഇക്വേഷൻ 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2x = 0 - 3 എന്താവും, +3. അപ്പൊ 2x = 3 എന്ന് കിട്ടും. x = 3/2. ഒന്നാമത്തെ കിട്ടി. ഇനി ഇവിടുത്തെ നോക്കാം. 3x + 1 = 0. ഈ സാധനം 0 ആണോ, അതിനെ ഇവിടെ 0 എന്ന് എടുക്കും. അപ്പൊ 3x = 0 - 1. 3x = -1, x = -1/3. അപ്പം നമുക്ക് രണ്ട് സീറോസ് ആണ് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ 0 ആരായിരുന്നു, 3/2 അല്ലെ. രണ്ടാമത്തെ 0 ആരാണ്, -1/3. അപ്പൊ ഈ രണ്ട് വാല്യൂന് ഇതിലിട്ടാൽ നമ്മുടെ ഇക്വേഷൻ 0 ആയി നടത്തും. ഇത് നമ്മൾ പതിവ് പോലെ ചെക്ക് ചെയ്യാം. സം ഓഫ് സീറോസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ ആരാണ് ഇവിടെ, 3/2 പ്ലസ് ബീറ്റ ആരാണ് ഇവിടെ, -1/3. ഏതാണ് ഇവിടെ വേണമെങ്കിൽ എത്ര, ആൽഫ ബീറ്റ. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, ആൽഫ എന്ന് പറയുന്നത് 3/2 ആണ്, പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -1/3 ആണ് അല്ലേ. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 3 9, 1 2 -2, 1 × 2 -2 ഡിവൈഡ് ബൈ 3 × 2 6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 3 × 3 9, 2 × -1 -2, 2 × 3 6 ഈക്വൽ ടു 9 - 2 7, 7/6 അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ആരായിരുന്നു കോഎഫിഷ്യന്റ് വെച്ച് നോക്കാം അല്ലേ. കോഎഫിഷ്യന്റ് ഇയാൾ ആരാണ്, എ ആണ്, ഇയാൾ ബി ആണ്, ഇയാൾ സി ആണ്. എ എന്ന് പറയുന്നത് 6 ആണ്, ബി -3 ആണ്, സി എന്ന് പറയുന്നത് -7 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഓൾസോ സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു ആൽഫ -b/a. അപ്പൊ ഈ മൈനസ് ഇതിന്റെ മൈനസ് ആണ്. ബി എത്രയാണ്, സം ഓഫ് 0 ഈക്വൽ ടു -b/a അല്ലേ. അപ്പോ 3/6, somewhere made mistake, there is a mistake. 339 -2/6, 7/6 അത് കിട്ടി. -b/a എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ, ഇയാളല്ലേ. അതാണ് പ്രശ്നം. നമ്മുടെ എ കിടക്കുന്ന ഇവിടെയാണ്, ബി ഇവിടെയാണ്, സി ഇവിടെയാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്, ബി എന്ന് പറയുന്നത് എത്രയാണ്, -7 ആണ്, സി എന്ന് പറയുന്നത് എത്രയാണ്, -3 ആണ്. ഓക്കെ, നമുക്ക് മിസ്റ്റേക്ക് പറ്റും. അപ്പൊ നമ്മൾ ഒരു ഇൻകറക്റ്റ് ഫീലിംഗ് വരുമ്പോൾ ഉടനെ ഒന്ന് റീചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോ -b/a ആണ് അല്ലെ. -b/a എന്ന് പറയുമ്പോൾ ബി എത്രയാണ്, 7 ബൈ എ എന്ന് പറയുന്നത് 6. അപ്പൊ -7 ആണ്, +7/6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആൽഫ പ്ലസ് ബീറ്റ 7/6 കിട്ടി. ഷോർട്ട് കട്ടിൽ നോക്കിയപ്പോഴും -b/a 7/6 കിട്ടി. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ. ഓക്കെ, ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടുക, 3/2 ഇൻറ്റു ബീറ്റ എത്ര, -1/3. 3 × -1 -3, 2 × 3 6. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും അല്ലേ.
ഓൾസോ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് is equal to എന്താണ് ഷോർട്ട് കട്ട് സി ബൈ എ. സി ബൈ എ. സി എത്രയാ -3 ബൈ എ എത്രയാണ് 6. ഇതൊക്കെ കണ്ടുപിടിച്ച മാത്തമാറ്റീഷ്യന്മാരെ സമ്മതിക്കണം അല്ലേ, കാരണം ഇതിന്റെ പ്രൊഡക്റ്റ് ഇതിന് തുല്യമാണെന്നൊക്കെ അവർ കണ്ടുപിടിച്ചു അല്ലേ. ഭയങ്കര കണ്ടുപിടിച്ചാൽ മാത്സ് അതാണ്, ലോജിക്കലി ഭയങ്കര ബോണ്ടഡ് ആണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതാണ് അതിൽ ഫണ്ണും നമുക്കൊരു രസവും കിട്ടുക. എല്ലാം വളരെ കൃത്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തു എഴുതാം കേട്ടോ. എന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ? 4u² + 8u. അയ്യോ, സാധാരണ എന്തെങ്കിലും ഇവിടെ വാലുണ്ടാവുന്നുണ്ടല്ലോ അല്ലെ. എ ഉണ്ട്, ബി ഉണ്ട്, സി കാണുന്നില്ലല്ലോ. കുഴപ്പമില്ല, ഇല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? ഇവിടെ മിഡ് ടേം സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് നമ്പർ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ടു ഡു വിത്ത് ദാറ്റ്? 4 4 4 4 4 വാട്ട് ടു ഡു? നമുക്കൊരു സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കോമൺ ആയിട്ട് ആരാ ഉള്ളത്? കോമൺ ആയിട്ടുള്ള ആൾ 4u അല്ലേ. 4u ഇൻറ്റു ഇവിടെ ആരാ ബാക്കിയുള്ളത്? 4u ഇൻറ്റു u ആണ് u². ഇവിടെ ആരാ ബാക്കിയുള്ളത്? 4u ഇൻറ്റു എത്രയാണ്? 8u + 2 ആണ് അല്ലേ. 4u ഇൻറ്റു u 4u², 4u ഇൻറ്റു 2 = 8u. അപ്പൊ നമുക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമാട്ടോ സത്യത്തിൽ മറ്റേതിനേക്കാളും. ഇവിടെ നമുക്ക് ഒന്നിക്കൽ ഈ u 0 ആയാൽ കംപ്ലീറ്റ് 0 ആയി അല്ലേ. 4 × 0 0, 0 × any number is 0. അല്ലെങ്കിൽ ഈ യുവിന് പകരം എത്ര ആയിരിക്കണം? ഈ ടേം 0 ആയതിന് u എത്ര ആയിരിക്കണം? -2 ആയിരിക്കണം അല്ലേ. u -2 ആകുമ്പോൾ -2 + 2 0 ആയി. അപ്പൊ കംപ്ലീറ്റ് 0 ആയി. അപ്പൊ ഇവിടെ നമുക്ക് എളുപ്പമാണ് കിട്ടല്. u = 0, അതുപോലെ തന്നെ u = -2. മനസ്സിലായില്ലേ? ഈ യുവിന് വരെ 0 വന്നാൽ കംപ്ലീറ്റ് 0 ആയി. യുവിന് വരെ -2 വന്നു കഴിഞ്ഞാൽ -2 + 2 0, കംപ്ലീറ്റ് 0 ആയി. അപ്പൊ നമുക്ക് ഇതിന്റെ സീറോസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് എഴുതാം. സീറോസ് ഓഫ് polynomials are u = 0 and u = -2. ഇത് നമുക്ക് എഴുതാം. എന്ത്? സം ഓഫ് സീറോസ് = ആൽഫ + ബീറ്റ. ആൽഫ എത്ര ഇവിടെ? 0. ഞാൻ ഇവിടെ ഇനി എഴുതുന്നില്ലേ ആൽഫ എന്നൊന്നും കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണ്ടേ. 3 എണ്ണത്തിൽ എഴുതിയില്ലേ. ബീറ്റ എത്രയാണ്? -2. ആൻസർ എത്ര? -2. അതുപോലെ തന്നെ ഓൾസോ സം ഓഫ് സീറോസ് = -b/a അല്ലേ. -b എത്ര ഇവിടെ? b 8 ആണല്ലേ. b = 8. ഇവിടെ b എന്നിട്ട് b a. അപ്പോൾ നമുക്ക് സം ഓഫ് 0 അല്ലേ. സം ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? -b/a കൂടിയാണ് അല്ലേ. ഇതിന്റെ ഷോർട്ട് കട്ട് അതാണ്. അപ്പൊ നമുക്ക് -b എന്ന് പറയുമ്പോൾ -b എത്രയാണ്? 8/a എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ. = -8/4 എന്ന് പറഞ്ഞാൽ -2. അപ്പോ എന്ത് കിട്ടി? സം ഓഫ് 0 = -b/a എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ഓഫ് സീറോസ് = ആൽഫ × ബീറ്റ. ആൽഫ എത്രയായിരുന്നു ഇവിടെ? മറന്നുവെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ആൽഫ ബീറ്റ. ആൽഫ എത്രയാണ്? 0. ബീറ്റ എത്രയാണ്? -2. 0 × any number = 0. ഓക്കെ, ഇനി ഓൾസോ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് = എന്താണ്? c/a അല്ലേ. c/a. ഇവിടെ c ഇല്ലല്ലോ. എന്ത് ചെയ്യും സർ? സീന് കാണുന്നില്ലല്ലോ. അപ്പൊ കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം?
ഇവിടെ നമുക്കൊരു സി എന്ന് പറയുന്നത് 0 എന്ന് എടുക്കാം. ഓക്കെ, 0 എന്ന് എടുക്കാം. ഒന്നുമില്ലെങ്കിൽ 0 എന്ന് എടുത്താൽ ഒരു വ്യത്യാസമില്ല, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ 0 ചേർന്ന് എന്ത് വ്യത്യാസം വരില്ല. അപ്പൊ എന്തെടുക്കാം, സി 0 എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 0 a എത്രയാണ്, 4 അല്ലെ. 0 എനി നമ്പർ ഈസ് 0. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഹെൻസ് പ്രൂവ്ഡ്. അപ്പൊ നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഞാനിത് അങ്ങോട്ട് റബ്ബ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുകയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, t² - 15. അയ്യോ, ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒന്നും അല്ലല്ലോ. ഇവിടെ ax² + bx + c എന്നൊന്നും കാണുന്നില്ലല്ലോ, ആ ഫോം ഒന്നും കാണുന്നില്ലല്ലോ. എന്താ ഇവിടെ ചെയ്യാ, ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. കാരണം സ്ക്വയർ ഉണ്ട് അല്ലെ ടീന്റെ കൂടെ. ഇതിനെ 0 ആക്കാൻ ഇവിടെ ഏത് നമ്പർ വേണം എന്നതാണ് നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, അപ്പോ ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ്. ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ -15 0 ആയിരിക്കണം. അപ്പൊ നമ്പർ ഏതായിരിക്കും, ബുദ്ധിയുള്ളവർക്ക് ഇപ്പം തന്നെ ചിന്തിക്കാം. എത്രയായിരിക്കും, √15 ആയിരിക്കും അല്ലെ. √15 സ്ക്വയർ വന്നു കഴിഞ്ഞാൽ, √15 സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടും സ്ക്വയറും പോയി കഴിഞ്ഞാൽ 15 അല്ലെ. 15 - 15 = 0. അപ്പൊ സംഭവം √15 തന്നെയാണ്. പക്ഷെ നമുക്കൊന്ന് നോക്കാം. അപ്പോ ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മൾ ഒരു ഫോമുല ഉണ്ട് അല്ലെ, a² - b² എന്നുള്ള ഫോമുല ആക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, അടുത്ത സ്റ്റെപ്പ്, t² - 15 നമുക്ക് എന്ത് എഴുതാം, √15 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. കാരണം ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയ 15 അവിടെ ഉണ്ടാവും. ഇതിപ്പോ ഏത് ഫോമിലായി, a² - b² ഫോമിലായി അല്ലെ. നമുക്കറിയാം a² - b² ഈസ് ഈക്വൽ ടു a + b into a - b, isn't it? Yes. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം, t² - √15² ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ a എത്രയാണ്, a = t ആണ്, b = √15. അപ്പോ a² - b², t² - √15² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b into a + b എന്ന് പറഞ്ഞാൽ t + √15 into a - b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² t ആണ് അല്ലേ, t - √15. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കിട്ടി, t is equal to -√15 അല്ലെങ്കിൽ t is equal to √15. ആ ഒരു സ്റ്റെപ്പ് എഴുതണ്ടല്ലോ, t + √15 = 0. പിന്നെ അപ്പോ √15 വലത്തോട്ട് പോകും, എഴുതണ്ടാലും മനസ്സിലാവില്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ t + √15 എന്ന് പറഞ്ഞാൽ t = -√15 ആയിരിക്കും. ഓക്കെ, അതുപോലെ t - √15 എന്ന് പറഞ്ഞാൽ t = +√15 ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ സിമ്പിൾ മാറിയിട്ട് ഇവിടെ വരും. ഓക്കെ, അതാണ് അതിന്റെ ഷോർട്ട് കട്ട്. കുറെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. അപ്പൊ നമുക്ക് ആൽഫയും കിട്ടി, ബീറ്റയും കിട്ടി അല്ലെ. ആൽഫ കിട്ടി, ബീറ്റ കിട്ടി. ഇനി നമുക്ക് പതിപോലെ എഴുതാം. എന്താണ്, സം ഓഫ് zeros equal to alpha plus beta equal to -√15 plus √15 -√15 plus √15 ഈക്വൽ ടു എത്ര വരിക, മൈനസും പ്ലസും ചേർന്ന് 0 ആവും അല്ലേ. ഓൾസോ സം ഓഫ് zeros is equal to എന്താണ്, -b/a അല്ലേ. അപ്പൊ സാർ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഒന്നും തിരിയാത്ത എന്താണ്, ഇവിടെ a എന്ന് പറഞ്ഞാൽ t² അല്ലേ, ഇത് b ആണോ, അല്ല ഇത് c ആണ് കേട്ടോ, കോൺസ്റ്റന്റ് ടേം ആണ്. b ഇവിടെ ഇല്ല, അപ്പൊ b നമുക്ക് എന്തെടുക്കാം, 0 ആയിട്ട് എടുക്കാം. ഓക്കെ, b നമുക്ക് 0 ആയിട്ട് എടുക്കാം.
ബി ഇല്ലാത്തതുകൊണ്ട് ഇത് സി ആണ്, ഇത് എ ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് ബി എന്ന് പറയുമ്പോൾ 0, മൈനസ് ബി എന്ന് പറയുമ്പോൾ -0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. 0/a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലേ. ഒന്നുമില്ലെങ്കിൽ അവിടെ 1 ആയിട്ട് എടുക്കുവേ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. a = 1, b ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0, c -15. നിങ്ങൾ മനസ്സിലാക്കേണ്ട ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സി ആണ്, കോൺസ്റ്റന്റ് ടേം സി ആണ്. ഓക്കെ, സ്ക്വയർ ടേം ഫസ്റ്റ് ടേം ആണ്. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടി അല്ലേ, 0 കിട്ടി. സീറോസിന് ആഡ് ചെയ്തപ്പോഴും 0 കിട്ടി, അതുപോലെ തന്നെ എന്താണ് സം ഓഫ് 0 എടുത്തപ്പോഴും 0 കിട്ടി. ഇനി പ്രൊഡക്റ്റ് എടുക്കാം. പ്രൊഡക്റ്റ് ഓഫ് zeros equal to alpha into beta is equal to root -15 into root 15. ഓക്കെ, അപ്പോൾ റൂട്ട് 15 into root 15 എന്ന് പറഞ്ഞാൽ root 15 സ്ക്വയർ എന്ന് വെച്ചാൽ 15. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് പുറത്തിട്ടു. അടുത്തത് ഓൾസോ പ്രൊഡക്റ്റ് ഓഫ് zeros ഈക്വൽ ടു എന്തായിരുന്നു? c/a അല്ലേ, c/a ഈക്വൽ ടു c എത്രയാണ്? -15, a എത്രയാണ്? 1 ഈസ് ഈക്വൽ ടു -15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രൊഡക്റ്റ് ഓഫ് 0 ഈക്വൽ ടു എന്താണ്? c/a എന്ന് കിട്ടി അല്ലേ. അതും നമ്മൾ എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു. ഇത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ? 3x² - x - 4. ഫസ്റ്റ് ഇതിന്റെ ഓർഡർ കറക്റ്റ് തന്നെയാണ്. ഓർഡർ കറക്റ്റ് തന്നെയാണ്, ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. അതിനുള്ള ഷോർട്ട് ഫോം ആണ് എന്ത്? ആദ്യം 3 × 4 എന്ന് പറഞ്ഞാൽ -12 കിട്ടും അല്ലെ. -12 ആണ് നമുക്ക് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടേണ്ടത്. -12 രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ -12 കിട്ടണം. ആഡ് ചെയ്ത് എത്ര കിട്ടണം? മിഡിൽ ടേം എത്രയാ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ എത്രയാണ്? 0 ആണോ? അല്ല, 0 ആകുമ്പോൾ മൊത്തം 0 ഇപ്പോൾ 1 മൈനസ് രണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടും. അപ്പൊ അങ്ങനത്തെ രണ്ട് നമ്പർ ഏതാണ്? മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടണം. ഏതൊക്കെയാണ് 12 കിട്ടുക? 4 × 3 12 കിട്ടും അല്ലേ. 6 × 2 12 കിട്ടും. അപ്പോ നമുക്കിവിടെ -1 1ന്റെ ഡിഫറൻസ് ആവാണ്ട് ഇവ തമ്മിലാകുമ്പോൾ എത്ര? 4ന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നടക്കാത്ത കേസാണ്. 1ന്റെ ഡിഫറൻസ് പറയുമ്പോൾ 4ഉം 3 തന്നെ ആയിരിക്കും, പക്ഷെ മൈനസ് ഉണ്ട് അല്ലേ. അപ്പൊ ഒന്ന് ചെയ്യേണ്ടപ്പോൾ ഒരു സിമ്പിൾ ഒരു മൈനസ് ഇട്ടു. നമുക്ക് -12 അല്ലേ ഇട്ടണ്ടേ. അപ്പൊ -4 ഇട്ടെടുത്താൽ മതി അല്ലേ. -4 + 3 -1 കിട്ടും. അപ്പോൾ ഇതന്നെ നമ്പർ -4 × 3 -12 -4 + 3 എത്ര കിട്ടുക? -1 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി സ്പ്ലിറ്റ് ചെയ്യേണ്ട നമ്പേഴ്സ് കിട്ടി. നമുക്ക് എന്തായിട്ട് എഴുതാം? 3x² -4x + 3x - 4. ഇവിടെ നമ്മളൊന്ന് ഉൾട്ട് എഴുതണം, എന്നാലേ നമുക്ക് മാച്ച് ആയി കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ, കാരണം ഇവിടെ 4x ആണ്, ഇവിടെ 3x ആണ് അല്ലേ. ഇവിടെ 3x ആണ്, ഇവിടെ 4 ആണ്. ഇതിനെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ എന്ത് കിട്ടൂല? കോമൺ കിട്ടൂല. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? 3x² + 3x ഇപ്പുറം എഴുതാം. അപ്പുറം ഇപ്പുറം മാറ്റിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. -4x - 4 മനസ്സിലായില്ലേ? ഇതിനെ ഇങ്ങോട്ട് ഇട്ടു, ഇതിനെ ഇങ്ങോട്ട് ഇട്ടു, ഒരു പ്രശ്നമില്ല. അതിന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 3x ഉണ്ട്. ഇവിടെ ആരാ ബാക്കിയുള്ള? x ബാക്കിയുണ്ട്. ഇവിടെ ആരാ ബാക്കിയുള്ള? 3x എടുത്തു കഴിഞ്ഞാൽ 1 ഉണ്ടാവും അല്ലേ. 3x × x 3x², 3x × 1 3x മൈനസ് ഇവിടെയും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 4 ഇല്ല. -4 ഉണ്ട് അല്ലേ. -4 ഉണ്ട്. -4. അപ്പോൾ ഇവിടെ ആര് വേണം? x വേണം അല്ലേ. x × -4 -4x. പിന്നെ ഇവിടെ +1 വേണം അല്ലേ.
1 ഇൻറ്റു -4 അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വന്നതേ ഇവിടെയും വരികയുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ക്ലൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ x+1 രണ്ടിൽ കോമൺ ഉണ്ടല്ലോ, പുറത്ത് x+1 ഇൻറ്റു പിന്നെ ആരും ഇവിടെ ബാക്കിയുള്ള 3x, ഇവിടെ ആരും ബാക്കിയുള്ള -4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കണ്ടുപിടിക്കേണ്ട ലാസ്റ്റ് സ്റ്റെപ്പ് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടും നമുക്ക്? ഇവിടെ ഫസ്റ്റ് x+1 = 0 ആണ്. അപ്പോൾ x = 0 -1, x = -1. ഇവിടെ ആരാണ്? 3x - 4 = 0 ആണ്. 3x = 0 + 4, അപ്പോൾ 3x = 4 കിട്ടി. x = 4/3. അപ്പോൾ നമുക്ക് രണ്ട് സീറോസിന് കിട്ടി. ഒന്നാമത്തെ ആൾ ആരാണ്? -1 ഈക്വേഷനിൽ ഇട്ടാലും 4/3 ഈക്വേഷനിൽ ഇട്ടാലും എന്ത് കിട്ടും? നമുക്ക് 0 ആയി കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ എത്ര ഇവിടെ? -1, ബീറ്റ 4/3. എ എത്രയാണ്? 3, ബി എത്രയാണ്? -1, സി എത്രയാണ്? -4. എ 3, ബി -1, സി -4. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എത്രയാ? ഈക്വൽ ടു -1 + 4/3 ഈസ് ഈക്വൽ ടു, ഇതിന് ഓപ്പറേഷൻ നടത്തിയാൽ എന്താണ് കിട്ടുക? -1 + 4/3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 1 കൊടുക്കുക അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × -1 -3 + 4 × 1 4, 3 × 1 3, -3 + 4 1, 1/3 കിട്ടും അല്ലേ? 1/3 കിട്ടും. യെസ്, 1/3 കിട്ടും. ഇനി അതിന് വേറെ ഷോർട്ട് കട്ട് ഉണ്ട്, അത് പിന്നെ പഠിക്കാം. ഇനി അടുത്തത് എന്താണ്? ഓൾസോ എല്ലാം സെയിം സ്റ്റെപ്പാണ്. സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു എന്താണ്? -b/a. അപ്പോൾ -b എത്രയാണ്? -1, a എത്രയാണ്? 3, ഈക്വൽ ടു - × - +1/3. അപ്പോൾ ഇത് രണ്ടും തുല്യമായി. ഇനി നമുക്ക് കാര്യം കൂടി കിട്ടിയാൽ മതി. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് is equal to alpha into beta is equal to alpha എത്ര? -1 into beta എത്ര? 4/3 is equal to -4/3. okay, also product of zeros is equal to c/a. c എത്രയായിരുന്നു? 3 അല്ലേ? 4. a എത്രയാണ്? 3 ആണല്ലേ? എവിടെയോ എന്തോ തെറ്റിയിട്ടുണ്ടല്ലോ. ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ -1, ബീറ്റ 4/3, -4/3 കിട്ടി. പ്രൊഡക്റ്റ് ഓഫ് 0 എന്ന് പറയുന്നത് c -4 ആണ്. ഓക്കെ, c -4 -4/3. അപ്പോൾ നമുക്ക് രണ്ടും സെയിം ആയിട്ട് കിട്ടി അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് 0 ആൽഫ ഇൻറ്റു ബീറ്റ -4/3 കിട്ടി. പ്രൊഡക്റ്റ് ഓഫ് 0 എന്ന് പറയുന്നത് -4/3 കിട്ടി. അപ്പോൾ നമ്മൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അങ്ങോട്ട് 0 ആക്കണം. ഏത് നമ്പർ കൊടുത്താൽ 0 ആവും. അത് കണ്ടുപിടിക്കാനാണ് മെയിനായിട്ട് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇവിടെ കിട്ടും. ഏത് കൊടുക്കുമ്പോഴാണ് 0 ആകുക, ആ വാല്യൂ ഇവിടെ കിട്ടി. ആ വാല്യൂ നമ്മൾ ഈ സീറോസിനെ ആൽഫ എന്ന് വിളിക്കാം, രണ്ടാമത്തേനെ ബീറ്റ എന്ന് വിളിക്കാം, ഒരു പേര് വിളിക്കും. അതുപോലെ ഇതിലുള്ള കോൺസ്റ്റന്റ് ABC എന്ന് വിളിക്കും. 0 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ഈ 0 രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിന് തുല്യമാണ്? -b/a തുല്യമാണ്. അത് കണ്ടുപിടിക്കുക, വെരിഫൈ ചെയ്യുക. അതുപോലെ ഈ 0 രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഏതിന് തുല്യമാണ്? c/a തുല്യമാണ്. അതും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? വളരെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. 9th-ലും 10th-ലും ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ചില കുട്ടികൾക്കൊക്കെ ഇത് ടഫാണ്. പക്ഷേ ഈ ഒരു മെത്തേഡ് ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക്
ഒരു പ്രാവശ്യം മനസ്സിലായാലും ഒന്നുകൂടി കണ്ടു വെക്കുക, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരു കമന്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു കമന്റ് സൂപ്പർ, എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഉപകാരപ്പെട്ട എന്തായെന്ന് അറിയോ, നമുക്ക് നാളെയും ഇതിനേക്കാൾ നല്ല ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായി തീരും. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സസൈസുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.